പ്രൈസ് ദി ലോർഡ്. ആസാദിയിൽ ഞങ്ങളുടെ ഫാമിലി ടൈമിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും പ്രാവശ്യമോടെ വെൽക്കം ചെയ്യുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഫാമിലി ടൈമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത്. പലപ്പോഴും ഞങ്ങളുടെ ഫാമിലി ടൈമിൽ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത വിടുതലുകൾ, ഞങ്ങളുടേതായ കർത്താവ് വന്നിട്ട് അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ മാസത്തിൽ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ തന്നു. അതാണ് ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചാനലിൽ പറഞ്ഞിരുന്നു, ആസാദിയുടെ കുറേ പ്രോഗ്രാമുകൾ മുടങ്ങിപ്പോയി. പ്രത്യേകിച്ചും വിമൻ ഫോർ ജീസസ് 1-2 ആഴ്ചകളിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. വളരെ തിരക്കുള്ള സമയങ്ങളായിരുന്നു. തിരക്ക് മാത്രമല്ല, ജീവിതത്തിൽ ചില ചലഞ്ചസ് ഞങ്ങൾ നേരിട്ടു. കർത്താവ് അത്ഭുതകരമായിട്ട് ഞങ്ങളെ അതിൽ നിന്നൊക്കെ വിടുവിച്ചു. ആ ഒരു വിടുതലിൻ്റെ അനുഭവങ്ങൾ, കർത്താവിൻ്റെ സംരക്ഷണം, നമ്മളെ കർത്താവ് എത്രയധികം പരിപാലിക്കുന്നു എന്നുള്ളൊരു ജീവിതാനുഭവമാണ് ഇന്ന് ഞങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത്. ഫാമിലി ടൈമിൻ്റെ എല്ലാ എപ്പിസോഡിലും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവിക സൗഖ്യത്തെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും ഒക്കെയാണല്ലോ സാൻഡി മുമ്പ് പറഞ്ഞതുപോലെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഈ ഫാമിലി ടൈമിലും അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ഇപ്പോഴാണ് അതിന് സമയം ഒന്ന് നേരെയായി വന്നത്. കാരണം പല പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടുകയായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് മുൻപോട്ട് വരുവാൻ കർത്താവ് സഹായിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നു ഇതൊരു ശരിയായ സമയമാണ്. ആ അനുഭവങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ തുറന്നു പറവാനുള്ള റൈറ്റ് ടൈമാണെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. ഇത് പറഞ്ഞ് തുടങ്ങണമെങ്കിൽ ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള കുറേ കാര്യങ്ങൾ കൂടെ പറഞ്ഞേ മതിയാകുകയുള്ളൂ. ഞാൻ വളരെ തിരക്കായിരുന്നെന്ന് പറഞ്ഞു. പലരും നമ്മുടെ പ്രോഗ്രാമുകൾ മുടങ്ങുമ്പോൾ ചോദിച്ചു, എന്താ പാസ്റ്ററെ പ്രോഗ്രാമുകൾ കാണുന്നില്ലല്ലോ. ചിലരൊക്കെ എന്നോട് ചോദിച്ചു, വിഷയദാരിദ്ര്യം കൊണ്ടാണോ പാഠഭേദങ്ങളൊന്നും ചെയ്യാത്തത്? 2-3 ആഴ്ച മുമ്പുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, വിഷയദാരിദ്ര്യമൊന്നുമില്ല, ഒത്തിരി വിഷയങ്ങളുണ്ട്. പക്ഷേ വളരെ വലിയൊരു ഒരു യുദ്ധം ചെയ്യുന്നത് പോലെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അത് പറയണമെങ്കിൽ നിങ്ങൾ ഈ ചിത്രമൊന്ന് കാണണം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ MDiv മാസ്റ്റർ ഇൻ ഡിവിനിറ്റിയുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ MDiവിനെ കുറിച്ച് തന്നെ ഒരു കഥ പറഞ്ഞു തുടങ്ങണം. തിയോളജിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. കാരണം തിയോളജിക്കൽ വിദ്യാഭ്യാസം അതാണ്ട് വലിയ പാപമാണെന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. തിയോളജി ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല എന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും ഒരു ചെറിയ അറിവില്ലായ്മയാണത്. തിയോളജിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ ശുശ്രൂഷയ്ക്കിറങ്ങിയ ഒരു വ്യക്തിയാണ്. എൻ്റെ ശുശ്രൂഷ എൻ്റെ പിതാവിൽ നിന്ന്, ഒരുപക്ഷെ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പിതാവിന് ചെയ്യാൻ കഴിയാതെ പോയൊരു ശുശ്രൂഷ അത് പകർന്നു കിട്ടിയതുപോലെ ഞാൻ പിന്തുടരുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. എൻ്റെ മമ്മിയുടെ സാക്ഷ്യമൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എൻ്റെ മാതാപിതാക്കൾ കർത്താവിൻ്റെ വേലയിലായിരുന്നു. പപ്പ ആസാമിൽ തേസ്പൂരിൽ ഒരു പനീർ മിഷണറിയൊക്കെ ആയിരുന്നു. ഒരു ചെറിയ ബൈബിൾ സ്കൂളൊക്കെ ആസാമിൽ പപ്പായ്ക്കുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ പപ്പ പാരലൈസായിപ്പോയി. ചലനശേഷി കുറഞ്ഞു. ക്രച്ചസ് ഉപയോഗിച്ച് നടക്കത്തുള്ളായിരുന്നു. അങ്ങനെ എനിക്കൊരു 6-7 വയസ്സുള്ളപ്പോൾ ആസാമിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. ആ ബൈബിൾ സ്കൂളൊക്കെ പൂട്ടി തിരിച്ച് നാട്ടിൽ മടങ്ങി വരികയാണ്. അതിനുശേഷം 1980 മുതൽ 94 വരെ എൻ്റെ പപ്പായ്ക്ക് പഠിപ്പിക്കാൻ കിട്ടിയ ഏക വിദ്യാർത്ഥി ഞാനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തിയില്ല. നാട്ടിൽ വന്ന് വീട്ടിൽ മുറിയിൽ തന്നെ ഇരിക്കുന്ന വ്യക്തി, വലിയ വചനവെളിപ്പാടുള്ള നല്ലൊരു ബൈബിൾ ടീച്ചർ. പപ്പായുടെ ആഗ്രഹം പപ്പായ്ക്ക് ചെയ്യാൻ പറ്റാത്ത ശുശ്രൂഷ ഞാൻ ചെയ്യണം, പപ്പായുടെ കാൽച്ചുവടുകളിൽ ഞാൻ മുമ്പിലേക്ക് പോകണമെന്നായിരുന്നു വലിയൊരു ആഗ്രഹം. അതുകൊണ്ട് ചെറിയ പ്രായം മുതൽ തന്നെ എന്നെ പപ്പായ്ക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിൽ വലിയ ഉത്സാഹമുള്ളവനായിരുന്നു. പപ്പ കോട്ടയം ശാലയും അതുപോലെ തന്നെ പഴയ ഡൂൺ ബൈബിൾ കോളേജിലൊക്കെയാണ് പഠിച്ചത്. ഈ 2 ബൈബിൾ കോളേജിലെയും
പപ്പായുടെ നോട്ട്സ്, ഫുൾ നോട്ട്സ് എനിക്ക് കൈമാറി കിട്ടി. ചുരുക്കി പറഞ്ഞാൽ അതൊക്കെ വെച്ചാണ് ഞാൻ വേദപുസ്തകം പഠിച്ചത്. അല്ലെങ്കിൽ എൻ്റെ പിതാവാണ് എൻ്റെ ആദ്യത്തെ ബൈബിൾ ടീച്ചർ എന്ന് പറയാം. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആത്മീക ശുശ്രൂഷയിൽ ഞാൻ ഇൻവോൾവായി. കൃപാവരങ്ങളുടെ ശുശ്രൂഷയിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയങ്ങളിൽ തന്നെ. ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എവിടെയെങ്കിലും ഒരു ബൈബിൾ സ്കൂളിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് എനിക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ, ആ വഴിയിലൂടെയാണല്ലോ എല്ലാവരും ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ എൻ്റെ പിതാവിൻ്റെ ഒരു ദീർഘവീക്ഷണം, ഞാൻ പറഞ്ഞല്ലോ അതിനു മുമ്പ് തന്നെ ഞാൻ ആത്മീക ശുശ്രൂഷയിൽ ഇൻവോൾവ് ആണ്. എൻ്റെ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകണ്ട. അതെന്താ കാരണം? അപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഒരു മറുപടി, നിനക്ക് ദൈവം തന്നിരിക്കുന്നത് വ്യത്യസ്തമാകുന്ന ഒരു ശുശ്രൂഷയാണ്. അതായത് എൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ സാധാരണമാകുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നൽകി അങ്ങനെ ശുശ്രൂഷിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നിരുന്നു. എൻ്റെ ഒട്ടുമുക്കാല ശുശ്രൂഷകളിലും ദൈവവചനം പരിശുദ്ധാത്മാവ് എഴുതി കാണിക്കുകയും അതിൻ്റെ ഒത്തുവാക്യങ്ങൾ അത്ഭുതകരമായിട്ട് വെളിപ്പെടുത്തി തരികയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു വചന വെളിപ്പാടിലൂടെ ശുശ്രൂഷിക്കാൻ ചെറിയ പ്രായം മുതൽ കർത്താവ് എനിക്ക് കൃപ തന്നിരുന്നു. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് വേദപുസ്തകത്തിലെ 9 കൃപാവരങ്ങളിൽ ഒരു കൃപാവരമാണ് ജ്ഞാനത്തിൻ്റെ വചനം, വേർഡ് ഓഫ് വിസ്ഡം എന്ന് പറയും. അതായത് ഒരു കൃപാവരം എന്ന നിലയിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനും വ്യാഖ്യാനിക്കുവാനുമുള്ള വേർഡ് ഓഫ് വിസ്ഡം ദൈവം നിനക്ക് തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പിതാവ് ഒരു ബൈബിൾ ടീച്ചറൊക്കെ ആയിരുന്നു, ബൈബിൾ സ്കൂൾ നടത്തിയ ആളാണ്. അപ്പോൾ തിയോളജിക്കൽ വിദ്യാഭ്യാസത്തോട് എതിരുള്ളതുകൊണ്ടല്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എനിക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ വ്യത്യസ്തമായൊരു ശുശ്രൂഷയായതുകൊണ്ട് ആ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനം എൻ്റെ ഇപ്പറഞ്ഞതുപോലെയുള്ള വിദ്യാഭ്യാസം ആകരുത് എന്നൊരു ചിന്ത കൊണ്ടായിരിക്കാം എൻ്റെ പിതാവ് എന്നെ അങ്ങനെ ഗൈഡ് ചെയ്തത്. എന്താണെങ്കിലും പിതാവിൻ്റെ ആ അഡ്വൈസിനെ ഞാൻ ശിരസാ വഹിച്ചു. ഞാൻ ജോലിയോടുകൂടി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് തന്നെ പാസ്റ്ററൽ മിനിസ്ട്രിയിൽ വന്നു, പിന്നീട് ഫുൾ ടൈം മിനിസ്ട്രിയിൽ വന്നു. ഫുൾ ടൈം മിനിസ്ട്രിയിൽ ഒക്കെ വന്നതിന് ശേഷമാണ് തിയോളജിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എനിക്കൊരു ചിന്ത വന്നത്. ഈ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ MDവിൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതുകൊണ്ട് ചിലരോടൊക്കെ നന്ദി പറയേണ്ടത് ആവശ്യമാണ്. കാരണം എൻ്റെ പിതാവ് അന്നങ്ങനെ എന്നെ ഉത്സാഹിപ്പിച്ചില്ല, ഒരു തിയോളജിക്കൽ വിദ്യാഭ്യാസത്തിന് പോകണമെന്ന് ഉത്സാഹിപ്പിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്ത ഞാൻ കൃപാവരങ്ങളിൽ നിന്ന് വചനം ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വ്യത്യസ്തനായി നിൽക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ 2005 ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വന്ന ശേഷം ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ, ആ ചർച്ചിൻ്റെ ഒരു ട്രസ്റ്റ് മെമ്പറായിരുന്നു ഞാൻ. അങ്ങനെ ശുശ്രൂഷകളൊക്കെ ചെയ്ത് മുമ്പിലേക്ക് വരുമ്പോൾ ആ ചർച്ചിൻ്റെ പാസ്റ്ററൽ ടീമിൽ ഒരു പാസ്റ്ററായിട്ട് ഞാൻ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ചർച്ച് അതിൻ്റെ ട്രസ്റ്റ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം തിയോളജിക്കൽ വിദ്യാഭ്യാസമുള്ളവരെ മാത്രമേ ആ ചർച്ചിൻ്റെ പാസ്റ്റേഴ്സായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ മുമ്പോട്ട് വെക്കുകയുള്ളൂ. ഓൾറെഡി ഞാൻ ആ മിനിസ്ട്രി ടീമിൻ്റെ ഭാഗമാണ്, പക്ഷേ എനിക്ക് പ്രോപ്പർ തിയോളജിക്കൽ വിദ്യാഭ്യാസമില്ല. എന്നാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പിതാവിൽ നിന്ന് പഠിച്ചതും ഒക്കെ കാര്യം ശരിയാണെങ്കിലും അത് ഒരു അംഗീകരിക്കപ്പെട്ട ബൈബിൾ സ്കൂളൊന്നുമല്ലല്ലോ. എന്താണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം ആ ട്രസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ എന്നെ അഡ്വൈസ് ചെയ്തു, ഈ ചർച്ചിൽ തന്നെ മുൻപോട്ട് ശുശ്രൂഷിക്കേണ്ടതല്ലേ, ഒരു തിയോളജിക്കൽ വിദ്യാഭ്യാസം എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ 2006, 2007 വർഷങ്ങളിലാണ് ആ പർട്ടിക്കുലർ ചർച്ചിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ട് ഒരു തിയോളജിക്കൽ വിദ്യാഭ്യാസം എൻ്റെ ശുശ്രൂഷയ്ക്ക് ആവശ്യമാണെന്ന് എനിക്കൊരു തോന്നലുണ്ടായത്. ഞാനൊന്ന് നിർത്തി പറയട്ടെ. അതിനു മുമ്പ് ഞാൻ എങ്ങനെ ശുശ്രൂഷിക്കുന്നു അങ്ങനെ തന്നെയാണ് ഇന്നും ഞാൻ ശുശ്രൂഷിക്കുന്നത്. ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന നിയോഗത്തിനനുസരിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. എന്നാൽ അത് മാനുഷികമാകുന്ന ഒരു റിക്വയർമെൻറ്റായി മാറിയപ്പോൾ, ഒരു സംഘടനയുടെ ഒരു നിയമം, ഒരു വ്യവസ്ഥയുടെ ഭാഗമായി മാറിയപ്പോൾ അത് ഒരു കുറവാകണ്ട, അല്ല എങ്കിൽ മറ്റുള്ളവർ ഇദ്ദേഹത്തിന് ഈ ചർച്ചിൽ ശുശ്രൂഷിക്കാൻ ഇന്ന കുറവുണ്ടെന്ന് പറയാൻ ഇടവരണ്ട എന്ന ചിന്ത കൊണ്ട് ഞാൻ
2007 MDivന് ജോയിൻ ചെയ്തു. ഇനിയുമാണ് കഥ നടക്കുന്നത്. അപ്പോൾ എനിക്ക് നന്ദി പറയാനുണ്ട് ആ ചർച്ചിൻ്റെ ഗവേണിംഗ് ബോഡിയോട്. കാരണം അവരങ്ങനെ ഒരു ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനീ പറഞ്ഞതുപോലെ ഇതിന് മുതിരുകയില്ലായിരുന്നു. 2007 കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. 2007 മുതൽ ഞാൻ തിയോളജിക്കൽ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും ദീർഘമായിട്ട് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന്. 2007 മുതൽ എൻ്റെ തിയോളജിക്കൽ വിദ്യാഭ്യാസം ഞാൻ ആരംഭിച്ചു. ഞാൻ പറഞ്ഞല്ലോ ചിലരോടൊക്കെ നന്ദി പറയണമെന്ന്. രണ്ടാമത് എനിക്ക് നന്ദി പറയാനുള്ളത്, ഞാൻ അന്ന് ആ തിയോളജിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ MDiv കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരി ചെറുവക്കൽ, ആ സെമിനാരിയുടെ ഒരു എക്സ്റ്റൻഷൻ സെൻറ്റർ ബോംബെയിൽ ആരംഭിച്ചു. പാസ്റ്റർ ലിവിങ്സ്റ്റൺ സാക്രിയാസ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പലോസ് തിയോളജി എന്ന് പറയുന്ന ആ ഒരു സെൻറ്ററിലാണ്, ആ എക്സ്റ്റൻഷൻ സെൻറ്ററിലാണ് ഞാൻ കോഴ്സ് തുടങ്ങിയത്. ലിവിങ്സ്റ്റൺ പാസ്റ്ററോടും അതുകൊണ്ട് തന്നെ ഞാൻ നന്ദി പറയുന്നു. കോഴ്സ് ആരംഭിച്ചപ്പോൾ അന്ന് ഞങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രി വന്ന ശേഷമാണ് സാമ്പത്തികമായിട്ട് ഞെരുക്കമുണ്ട്. ആദ്യത്തെ ഫീസ് അടയ്ക്കുവാൻ നമ്മുടെ കയ്യിൽ പണമില്ല. ആദ്യത്തെ ഫീസ് അടച്ചത് പവായിലെ വർഗീസച്ചാനാണ്. മോളിയാൻറ്റി നമ്മുടെ ചാനലിലൊക്കെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, മോളിയാൻറ്റിയും വർഗീസച്ചാനും. ആ കുടുംബമാണ് എൻ്റെ ആദ്യത്തെ ഫീസ് അടച്ചത്. അത് പറയുമ്പോൾ ഒരു വാക്കൂടെ പറയണം, കേവലം എൻ്റെ MDivൻ്റെ ആദ്യത്തെ ഫീസ് മാത്രമല്ല, ആ സമയങ്ങളിൽ ഞാൻ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഹിസ്റ്ററി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഓർക്കുന്നു, 2ാം വർഷത്തെ ഫീസ് അടയ്ക്കുവാൻ എൻ്റെ കയ്യിൽ പണമില്ലാതിരിക്കുമ്പോൾ, 1ാം വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്തു MA ഹിസ്റ്ററി. 2ാം വർഷത്തെ ഫീസ് അടയ്ക്കുവാൻ പണമില്ലാതിരിക്കുമ്പോൾ എൻ്റെ MA ഹിസ്റ്ററിയുടെ 2ാം വർഷത്തെ ഫീസ് അടച്ചത് ഇതേ വർഗീസച്ചാനാണ്. നന്ദി പറയാതിരിക്കാൻ പറ്റുമോ? അവരോട് ഞാൻ ഈ സമയത്ത് നന്ദി പറയുകയാണ്. ഗ്രാജുവേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ സമയത്ത് നന്ദി പറയുകയാണ്. എന്താണെങ്കിലും അപ്പല്ലോസ് തിയോളജിയിൽ ഞാൻ എൻ്റെ കോഴ്സ് ആരംഭിച്ചു 2007. നമുക്കറിയാമല്ലോ, ഈ മിനിസ്ട്രിയോടൊപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ചർച്ച് മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആണ്. സെമിനാറുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു, ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ 2-3 എക്സാമും എഴുതി. പക്ഷേ എനിക്ക് ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ 3 വർഷമാണ് കോഴ്സിൻ്റെ ടൈം, 5 വർഷം വരെ നമുക്ക് സമയം കിട്ടും എല്ലാ എക്സാമും എഴുതി അസൈൻമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, സമയത്ത് തീർക്കാൻ പറ്റിയില്ല. തിരക്കുകൾ കൊണ്ട് എനിക്ക് എക്സാം എഴുതാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സെമിനാറുകളൊക്കെ അറ്റൻഡ് ചെയ്തു, പഠിച്ചെന്നുള്ളത് സത്യമാണ്. പക്ഷേ കോഴ്സ് കംപ്ലീറ്റ് ആയില്ല. 2012 ഞാൻ MDivന് അപ്പലോസിൽ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്തു. 2ാമതൊരു പ്രാവശ്യം കൂടെ ഈ കോഴ്സിന് രജിസ്റ്റർ ചെയ്തു. ഈ പ്രാവശ്യമെങ്കിലും തീർക്കണം. 2012 ആയപ്പോൾ ഞങ്ങൾ ഇന്ന് ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ചർച്ച തുടങ്ങിയ ആദ്യ കാലങ്ങളാണ്. വളരെ തിരക്കുള്ള കാലങ്ങൾ. സഭയെ ബിൽഡ് ചെയ്യണം, പുതിയ സഭയാണ്, പുതിയ പ്രവർത്തനമാണ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 2012 രജിസ്റ്റർ ചെയ്തെങ്കിലും എനിക്ക് പറഞ്ഞതുപോലെ എക്സാം എഴുതാനും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനും അപ്പോഴും സമയം കിട്ടിയില്ല. 2017 കൊണ്ട് ആ രജിസ്ട്രേഷനും കംപ്ലീറ്റായി. അങ്ങനെ 2 പ്രാവശ്യം MDivൻ്റെ രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ട് ഇനി ഇത് നടക്കത്തില്ല. ഈ 2 കാര്യം കൊണ്ട് പാസ്റ്ററൽ മിനിസ്റ്ററുടെ കൂട്ടത്തിൽ ഇതോടെ കൊണ്ടുപോകുന്നത് എളുപ്പമല്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് 2021 കോവിഡിൻ്റെ സമയത്ത് പിന്നെ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്. കാരണം കോവിഡ് ആയിരിക്കുമ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ഇരിക്കുകയാണല്ലോ. ആ സമയത്തൊരു പുതിയ ഒരു കാര്യമുണ്ടായി. ക്ലാസ്സസ് ഓൺലൈനാക്കി മാറ്റി. അതായത് അതിനു മുമ്പേ നമ്മൾ പേഴ്സണലി ഫിസിക്കലി സെമിനാറുകൾക്ക് ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യണം. പക്ഷേ ഓൺലൈൻ ക്ലാസ്സസ് ആക്കി മാറ്റി. അങ്ങനെ 2021 ഞാൻ പിന്നെയും ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നു. 2021 ജോയിൻ ചെയ്തു. ഇപ്രാവശ്യം അപ്പലോസിലല്ല, നേരിട്ട് ചെറുവക്കൽ ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ എങ്ങനെങ്കിലും ഈ കോഴ്സ് തീർക്കണം,
പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എനിക്ക് പേപ്പർ എഴുതാനും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനും ഇപ്പോഴും സമയം കിട്ടിയില്ല. അങ്ങനെ 2021 തുടങ്ങിയ കോഴ്സ് തീരേണ്ട സമയമായിരിക്കുന്നു. അടുത്ത 5 വർഷം തികയേണ്ട സമയമായിരിക്കുന്നത് 2021. എൻ്റെ രജിസ്ട്രേഷൻ ആ വർഷമാണ്. അതുകൊണ്ട് തന്നെ 2026 മാർച്ച് മാസം ഒക്കെ ആകുമ്പോൾ ആ ഒരു 5 വർഷവും തികയും. അതിനു മുമ്പ് എനിക്ക് പേപ്പർ സബ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ 3ാമത്തെ രജിസ്ട്രേഷനും നഷ്ടമാകും. എന്നെ ന്യൂ ലൈഫിലെ സാറുമാർ ഒത്തിരി ഉത്സാഹിപ്പിച്ചു. അവർ പറഞ്ഞു, പാസ്റ്റർ എങ്ങനെങ്കിലും എക്സാം എഴുതണം, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. 2026 സിസ്റ്റം മുഴുവൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ATA ഏഷ്യൻ തിയോളജിക്കൽ അസോസിയേഷൻ്റെ ഒരു കോഴ്സാണ് ഞങ്ങൾ ചെയ്യുന്നത്. ATAയുടെ MDivൻ്റെ സിസ്റ്റം ഒക്കെ ഇനി മാറാൻ പോവുകയാണ്. അങ്ങനെ മാറുകയാണെങ്കിൽ ഇനിയും ആദ്യം മുതൽ പിന്നെയും ആരംഭിക്കണം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഈ ഒരു അവസരം തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇതൊരു വലിയ ടാസ്ക്കായിരുന്നു. കാരണം ഒത്തിരി പേപ്പറുകൾ, അസൈൻമെൻറ്റുകളെല്ലാം ചില മാസങ്ങൾക്കുള്ളിൽ എഴുതി തീർക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ന്യൂ ലൈഫിലെ സാജു വർഗീസ് സാറിനോട് നന്ദി പറയുന്നു. കാരണം സാറാണ് എന്നെ ശരിക്കും ഉത്സാഹിപ്പിച്ചത്. സാർ എന്നോട് പറഞ്ഞ് എങ്ങനെങ്കിലും എഴുതി തീർക്കണം. നന്ദി പറയുകയാണ് സാറേ. അങ്ങനെ ഒരു എൻകറേജ്മെൻറ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് ഞാനും ചിന്തിച്ചത്. പക്ഷേ ഒരു പ്രശ്നം, കേരളത്തിൽ ന്യൂ ലൈഫിൽ പോയി എക്സാം എഴുതണം, അവിടെ പോയി താമസിച്ച് എഴുതണം. പക്ഷേ ബോംബെയിലെ തിരക്കും ആസാദി ചാനലിൻ്റെ തിരക്കും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ പോയി താമസിച്ച് എഴുതാൻ പറ്റുമോ? അങ്ങനെ 2 ചിന്തയോട് കൂടി ഇരിക്കുമ്പോഴാണ് ന്യൂ ലൈഫിൻ്റെ തന്നെ മറ്റൊരു എക്സ്റ്റൻഷൻ സെൻറ്റർ ബോംബെയിലുള്ളത് അഗപ്പെ സെൻറ്ററാണ്, ജോമോൻ മാത്യു പാസ്റ്ററുടെ സെൻറ്റർ. ഞാനപ്പോൾ ഈ സജു സാറിനോട് പറഞ്ഞു, എനിക്ക് അഗപ്പയിൽ പോയി എഴുതാനുള്ളൊരു പെർമിഷൻ തരണം. അതായത് ബോംബെയിൽ തന്നെ എക്സ്റ്റൻഷൻ സെൻറ്ററുണ്ട്, നാട്ടിൽ വരാതെ അഗപ്പയിൽ തന്നെ എക്സാം എഴുതാനുള്ളൊരു പെർമിഷൻ തരണം. അപ്പോൾ സജി സാർ പറഞ്ഞു, ജോമോൻ പാസ്റ്ററിന് ഓക്കെ ആണെങ്കിൽ, അവർ സമ്മതിക്കുകയാണെങ്കിൽ, അഗപ്പേക്കാർ സമ്മതിക്കുകയാണെങ്കിൽ അങ്ങനെ എക്സാം എഴുതിക്കൂ എന്ന് പറഞ്ഞു. എന്തായാലും ജോമോൻ പാസ്റ്റർ നമ്മുടെ സ്നേഹിതനാണ്. ഞാൻ പാസ്റ്ററോട് റിക്വസ്റ്റ് ചെയ്തു, പാസ്റ്ററെ എനിക്കൊരു ഉപകാരം ചെയ്യണം, എനിക്ക് നാട്ടിൽ പോയി എക്സാം എഴുതാൻ പറ്റുകയില്ല, അഗപ്പെ സെൻറ്ററിൽ എനിക്ക് എക്സാം എഴുതാനുള്ളൊരു സംവിധാനം ഒരുക്കണം. ജോമോൻ പാസ്റ്റർ തുറന്ന മനസ്സോടെ അത് സമ്മതിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ അങ്ങനെ അഗപ്പയിൽ പോയി എക്സാം എഴുതുവാൻ തുടങ്ങി. ഞാൻ ജോമോൻ പാസ്റ്ററോട് ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞു. അഗപ്പെ സെൻറ്റർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഗ്രാജുവേഷൻ നടക്കത്തില്ലായിരുന്നു, ഞാൻ MDiv കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുകയില്ലായിരുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ 1 വർഷം മുമ്പ് ഞാൻ കണ്ട ഒരു സ്വപ്നം പറയണം. 2005 മാർച്ച് മാസത്തിൽ കണ്ട ഒരു സ്വപ്നം. ആ സ്വപ്നത്തിൽ ഞാൻ കാണുകയാണ് ജോമോൻ പാസ്റ്ററും എൻ്റെ ഒരു സ്നേഹിതൻ ലൈജ് ജോൺ പാസ്റ്ററും, ഇവരെ 2 പേരെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കാണുകയാണ്. ആ സ്വപ്നത്തിൽ ഞാൻ കാണുന്ന ഒരു വലിയ ബീം, ഒരു വലിയ കോൺക്രീറ്റ് ബീം ഞാൻ ഉയരമുള്ള ഒരു തട്ടിൻ്റെ മുകളിലേക്ക്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഞാൻ ഉയർത്തി വെക്കുന്നു. അപ്പോൾ ഞാൻ ആ സ്ഥലം കാണുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഒരു ചവിട്ടുപടി, അതായത് ഈ പറഞ്ഞ അയൺ ബീമൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, അയണും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചവിട്ടുപടിയാണ് ഞാൻ കാണുന്നത്. ഞാനിത് ഉയർത്തി മുകളിൽ വെച്ചിട്ട് ഞാൻ ഈ പാസ്റ്റേഴ്സിനോട് പറയുന്നു, പണ്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഇന്നും എനിക്കിത് ചെയ്യുവാൻ കഴിയും. എന്നെ വളരെ പ്രചോദിപ്പിച്ചൊരു സ്വപ്നമാണ്. അതായത് പണ്ടുള്ള ഒരു ബലമുണ്ടെന്ന് കാലേബ് പറഞ്ഞതുപോലെ ഞാൻ പറയുക, പണ്ടൊരിക്കൽ ഞാനിത് ചെയ്തിട്ടുണ്ട്, എനിക്കിതൊരു പ്രാവശ്യം കൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഈ വലിയ ഭീം ഉയർത്തി വെക്കുന്നത് ഞാൻ സ്വപ്നം കാണുന്നു. എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ആ സമയത്ത് എനിക്ക് സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ലൈജു ജോൺ പാസ്റ്ററേയും ജോമോൻ മാത്യു പാസ്റ്ററേയും ഞാൻ കാണുന്നു. എന്താണെങ്കിലും ഇപ്പോൾ എക്സാം എഴുതാൻ വേണ്ടി അഗപ്പെ സെൻറ്ററിൽ ചെന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലാകുന്നത്. ഞാൻ അന്ന് ദർശനത്തിൽ കണ്ടത് അഗപ്പെ സെൻറ്ററാണ്. അഗപ്പെ സെൻറ്റർ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ അകത്ത് ഉള്ള ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ് അവരുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ ബോംബെയിൽ ഉള്ള ആളുകൾക്കറിയാം, ഈ ഇൻഡസ്ട്രിയൽ ഗാലകളിൽ ഉപയോഗിക്കുന്ന ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ചവിട്ടുപടിയാണ് അഗപ്പെ സെൻറ്ററിലേക്ക് കയറിപ്പോകാനുള്ള ചവിട്ടുപടി. എക്സാക്ട്ലി ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേപോലെയുള്ള ഒരു സെൻറ്ററിൽ ഞാൻ എക്സാം എഴുതുവാൻ ചെല്ലുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, 1 വർഷം മുമ്പ്
പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, നിനക്ക് ഇത് ചെയ്യുവാൻ കഴിയും. എന്നെ വളരെ ബലപ്പെടുത്തിയ ഒരു സ്വപ്നമാണ്. ജോമോൻ പാസ്റ്ററെ ഞാൻ കാണുന്നു. ജോമോൻ പാസ്റ്ററുടെ അഗപ്പെ സെൻറ്ററിലാണ് ഞാൻ എക്സാം എഴുതുവാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ലൈജു ജോൺ പാസ്റ്റർ എന്താണ് ഞാൻ കണ്ടത്? ഞാൻ പറഞ്ഞല്ലോ 2007 ഞാൻ ഈ MDiv തുടങ്ങിയതെന്ന്. MDiv തുടങ്ങിയ ആ വർഷം ലൈജു ജോൺ പാസ്റ്ററായിരുന്നു ഞങ്ങളുടെ ഫെയ്ത്ത് സിറ്റി ചർച്ച്, അന്നത്തെ ചർച്ചിൻ്റെ പാസ്റ്റർ ഇൻചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈജു ജോൺ പാസ്റ്ററോട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആണ്, സംസാരിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ MDiv കോഴ്സ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്തൊരു വലിയ കണക്ഷനാണെന്നറിയാം ആ സ്വപ്നത്തിൽ. എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ പാസ്റ്റർമാരെ കണ്ടത്. പക്ഷേ എക്സാം എഴുതാൻ തുടങ്ങിയപ്പോൾ 1 വർഷം മുമ്പ് കണ്ട സ്വപ്നം ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, എനിക്കിത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ദിനരാത്രങ്ങൾ അധ്വാനിച്ച് എക്സാം എഴുതുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ 1 മാസം എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റായി. കാരണം ആദ്യത്തെ കുറേ ദിവസങ്ങളൊക്കെ ഞാൻ ചില എക്സാം സ്കിപ്പ് ചെയ്തതുകൊണ്ട് അവസാനത്തെ ദിവസങ്ങളിൽ ആഴ്ചയിൽ 3-4 എക്സാം എഴുതേണ്ടി വന്നു. രാവിലെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി വരും. എക്സാം എഴുതി കഴിഞ്ഞ് വൈകിട്ടാകുമ്പോൾ തിരിച്ച് ഞങ്ങൾ താമസിക്കുന്നിടത്ത് പോകും. 2-3 മണിക്കൂർ ട്രെയിൻ യാത്രയുണ്ട്. വീട്ടിൽ ചെന്നാൽ ഉടനെ രാത്രിയിൽ അടുത്ത ദിവസത്തെ എക്സാമിന് പഠിക്കാനിരിക്കും. രാത്രി 2 മണി 3 മണി വരെ ഇരുന്ന് പഠിക്കും. അതിനുശേഷം ഏർലി മോർണിംഗ് പിന്നെയും എഴുന്നേറ്റിട്ട് എക്സാം എഴുതുവാൻ പോകും. ചുരുക്കി പറഞ്ഞാൽ ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ അധ്വാനിച്ചൊരു സമയമില്ല. ആസാദിയുടെ പ്രോഗ്രാമുകൾ മുടങ്ങി എന്ന് മാത്രമല്ല, ഇതൊരു വലിയ യുദ്ധമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ യുദ്ധത്തിൻ്റെതാകുന്ന ചലഞ്ചുകൾ ഞങ്ങൾ നേരിടുവാൻ തുടങ്ങി. ഒരു വേള ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന ഒരു ചിന്തയിലേക്ക് വരത്തക്കോണം, ഇതെന്നെ കൊണ്ടൊക്കത്തില്ല എന്നൊരു ചിന്തയിലേക്ക് വരത്തക്കോണം ഞങ്ങളാകെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഈ പറഞ്ഞ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ദൈവസന്നിധിയിൽ വലിയ കാര്യമൊന്നും ഇല്ലാത്തൊരു സംഭവമാണെങ്കിൽ ഇത്രയും വലിയ സ്പിരിച്വൽ അറ്റാക്ക് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഒരു സ്നേഹിത ഒരു ദേവദാസിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ MDiv പിശാചിന് എന്തിനാ ഇത്ര വലിയ പണക്ക്? കാരണം എന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കത്തില്ല എന്ന വിധത്തിൽ വലിയ അറ്റാക്കാണ് പിന്നീടുണ്ടായത്. ആ ചരിത്രത്തിലേക്കാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വിൻ ഫോർ ജീസസ് ഒക്കെ മുടങ്ങിപ്പോയെന്ന്. കാരണം സാൻഡിക്ക് ഒറ്റയ്ക്കാണെങ്കിലും അത് ചെയ്യാൻ പറ്റും. പക്ഷേ അതുപോലും ചെയ്യാൻ പറ്റാത്തതുപോലെ ഞങ്ങൾ 2 പേരും അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് പോയി. അതായത് എനിക്ക് ഈ എക്സാം ഇനി എഴുതാൻ പറ്റത്തില്ല. ഞാൻ മാനസികമായിട്ട് സംഘർഷം അനുഭവിച്ചു. ഞാൻ ഗിവപ്പ് ചെയ്യാൻ പോവുകയാണ് എന്ന് പോലും ചിന്തിച്ചു. പക്ഷേ എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എന്നോട് കൂടെ നിന്ന് അവർ പറഞ്ഞു, ഡാഡി ചെയ്യണം, എങ്ങനെങ്കിലും എഴുതണം. പക്ഷേ ചില സമയത്ത് എക്സാം എഴുതുന്നതിൻ്റെ ഇടയിൽ പേന ഇട്ടിട്ട് ഇറങ്ങി വരണം എന്ന് പോലും എനിക്ക് തോന്നി. കാരണം നമുക്കറിയാലോ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എഴുതുകയാണ്, കൈയൊന്നും മൂവ് ചെയ്യുന്നില്ല. എൻ്റെ കയ്യ് ബ്ലിസ്റ്റർ വന്ന് ഇപ്പോഴും അതിൻ്റെ ആ ഒരു കട്ടിയായിരിക്കുന്നത് മാറിയിട്ടില്ല. ബ്ലിസ്റ്റർ വന്നിട്ട് വേദനിക്കുകയാണ്, വിരലുകൾ വേദനിക്കുകയാണ്. 3 വിരലും ഈ 3 വിരലും ഇപ്പോഴും എക്സാം എഴുതി ഒരു ഇത്രയും നാളുകൾക്ക് ശേഷവും ആ ബ്ലിസ്റ്റർ വന്ന് കട്ടിയായിരിക്കുന്ന, ഇപ്പോഴും മരവിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു അനുഭവമാണ്. ചിലപ്പോൾ എക്സാം എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ഗിവപ്പ് ചെയ്യാം, പറ്റത്തില്ല എന്നെക്കൊണ്ട് എന്ന് ചിന്തിച്ച ഒരു സമയമുണ്ട്. എന്നാൽ ആ സമയങ്ങളിലൊന്നിൽ ഞാൻ ചർച്ചിൽ മെസ്സേജ് കൊടുക്കുമ്പോൾ, സൺഡേ ആരാധനയിൽ മെസ്സേജ് കൊടുക്കുമ്പോൾ, ആസ്ട്രേലിയയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഞാനൊരു പരാമർശം പറഞ്ഞു. അതെന്നെ ഒത്തിരി ശക്തീകരിച്ചു. നിങ്ങൾക്ക് ഈ കഥ അറിയാമായിരിക്കാം. ആസ്ട്രേലിയയിൽ ഒരു അമ്മയും മക്കളും കൂടി രാത്രിയിൽ മീൻ പിടിക്കാൻ വേണ്ടി കടലിൽ പോയി. 4-5 മൈൽ ആ കടലിൻ്റെ അകത്ത് വെച്ച് അവരുടെ ചെറിയ വള്ളം മുങ്ങുന്നു. കഥ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ കഴിഞ്ഞിടയ്ക്ക് സംഭവിച്ചതാണ്. ആ വള്ളം മുങ്ങി അവർ ആ വള്ളത്തിൽ പിടിച്ച് 4-5 മൈൽ ദൂരത്തിൽ കടലിൽ കിടക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അവസാനം ഈ അമ്മ ആ കൂട്ടത്തിലെ മൂത്ത മകൻ 13 വയസ്സുള്ള മകനോട് പറഞ്ഞു, മോനെ, നീ ആണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവണ്ണം നീന്താൻ അറിയുന്നവൻ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, നീന്തി കരയ്ക്ക് ചെന്നിട്ട് ആരെങ്കിലും ഇൻഫോം ചെയ്യണം. 1-2 കിലോമീറ്റർ അല്ല കേട്ടോ, ഏതാണ്ട് ഒരു 6-7 കിലോമീറ്റർ, 4-5 മൈലുണ്ട്. അമ്മ പറയുകയാണ്, മോനെ നീ നീന്തണം, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും.
ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മോന് പണ്ട് സ്കൂളിലൊക്കെ നീന്തൽ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ കേട്ടത്. നീന്തൽ മത്സരത്തിൽ അവന് 350 മീറ്റർ നീന്താൻ പറ്റിയില്ല. നീന്തുന്ന ചെറുക്കനാണ്, പക്ഷേ ഈ പറഞ്ഞതുപോലെ 6-7 കിലോമീറ്റർ ഒന്നും കടലിൽ നീന്താൻ ഉള്ള ആരോഗ്യം അവനുള്ളവനല്ല. പക്ഷേ അമ്മ പറഞ്ഞു, ഇനി വേറൊരു മാർഗവുമില്ല, നീ നീന്തി കരയ്ക്ക് ചെന്നിട്ട് നീ ആളുകളെ ഇൻഫോം ചെയ്യണം. ഈ കുട്ടി നീന്താൻ തുടങ്ങി. 13 വയസ്സുള്ള മകൻ നീന്താൻ തുടങ്ങി. അവൻ പറയുന്നത്, അവൻ ഓരോ കൈ മുമ്പിലേക്ക് വെക്കുമ്പോഴും നീന്തുമ്പോഴും അവൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നീന്തുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നീന്തുകയാണ്. ഞാൻ നീന്തി കരയ്ക്കെത്തിയേ പറ്റത്തുള്ളൂ. എൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ ഞാൻ നീന്തി കരയ്ക്കെത്തിയേ പറ്റത്തുള്ളൂ. എൻ്റെ അമ്മയും എൻ്റെ അനുജന്മാരും രക്ഷപ്പെടണമെങ്കിൽ ഞാൻ കരയ്ക്കെത്തിയേ പറ്റത്തുള്ളൂ. യേശു എനിക്ക് ശക്തി നൽകും, യേശു എനിക്ക് ബലം നൽകും എന്ന് പറഞ്ഞവൻ നീന്തിക്കൊണ്ടിരുന്നു. മണിക്കൂറുകളെടുത്തു. അർദ്ധരാത്രിയിൽ അവൻ കരയ്ക്ക് നീന്തിയെത്തി. 2 കിലോമീറ്ററോളം അവൻ കരയിലൂടെ ഓടി ആരൊക്കെയോ വ്യക്തികളെ കണ്ടുപിടിച്ചു, പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസുമായിട്ടുള്ള കോൺവെർസേഷൻ ഫോണിൽ നടക്കുമ്പോൾ തന്നെ അവൻ ബോധരഹിതനായി തീർന്നു. കഥ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഓസ്ട്രേലിയൻ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററിൽ ചെന്ന് അമ്മയും സഹോദരങ്ങളെ രക്ഷിച്ചു. ഈ ചെറുക്കനൊരു വലിയ ഹീറോ ആയിട്ട് മാറി. മാധ്യമങ്ങളൊക്കെ അവനെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. നീ എങ്ങനെ നീന്തിയത്? ഈ 7 കിലോമീറ്റർ ഈ ചെറുക്കൻ എങ്ങനെ നീന്തിയത്? അവൻ പറഞ്ഞു, യേശു എനിക്ക് ശക്തി തന്നു, യേശു എനിക്ക് ശക്തി തന്നു. ഇതൊരു ഒരു ഒരു സ്റ്റോറിയല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം BBC-യിൽ ഞാൻ ഈ ചെറുക്കൻ്റെ ഒരു വോയിസ് കേട്ടു. അതായത് ഇവൻ പോലീസിന് കോൾ ചെയ്യുന്ന, ഇൻഫോം ചെയ്യുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് BBC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പോൾ വലിയൊരു അത്ഭുതമാണ്. എങ്ങനെ ഈ ചെറുക്കൻ നീന്തിയത്? ആളുകൾക്ക് അത്ഭുതമായി. ഈ കൊച്ചു ചെറുക്കൻ എങ്ങനെയാണ് 7 കിലോമീറ്റർ കടലിൽ നീന്തി വന്നത്? മാത്രമല്ല, നീന്തി കരയ്ക്ക് കയറി എങ്ങനെ അവൻ 2 കിലോമീറ്റർ ഓടിയത്? ഈ സംഭവം ഞാൻ ചർച്ചിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മുടെ കഴിവിനപ്പുറമായി, പ്രാപ്തിക്കപ്പുറമായി ദൈവശക്തി നമ്മുടെ മേലിൽ വന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെസ്സേജ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പറ്റാത്തത്, ഫിസിക്കലി പറ്റാത്തത്, നിങ്ങളുടെ ആരോഗ്യത്തിന് പറ്റാത്തത്, യേശുവിൻ്റെ നാമം മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഇതാ ഞാൻ ചെയ്യുന്നു, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ചെയ്താൽ പറ്റും. ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ എൻ്റെ അകത്ത് പറഞ്ഞു, എൻ്റെ MDVൻ്റെ എക്സാം എൻ്റെ കഴിവിനും പ്രാപ്തിക്കും അപ്പുറമാണ്. കാരണം ഹ്യൂമൻ ലിമിറ്റേഷൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ദിനരാത്രങ്ങൾ പഠിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ചെയ്യാൻ പോവുകയാണ്. ആ കുട്ടി എങ്ങനെയാണോ നീന്തിയത് അതുപോലെ എൻ്റെ കഴിവ് കൊണ്ടല്ല, കർത്താവ് എനിക്ക് ബലം തരും, ഞാൻ നീന്താൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ദിവസം വരെ ഇത് പറഞ്ഞുകൊണ്ടാണ് എക്സാം എഴുതിയത്. ഓരോ ദിവസവും യേശുവിൻ്റെ ബലം എൻ്റെ മേലുണ്ട്, ഞാനത് ചെയ്യാൻ പോവുകയാണ്, ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഇടയ്ക്ക് തടസ്സങ്ങൾ ഒത്തിരി വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ എക്സാം എഴുതാൻ തുടങ്ങിയ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഞാൻ ചർച്ചിൽ അനൗൺസ് ചെയ്തു, ഞാനിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുകയാണ്, എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇനി ഒരു 1.5 മാസത്തേക്ക് ഞാൻ അവൈലബിൾ ആയിരിക്കത്തില്ല. ചർച്ചിൽ ആളുകളുടെ വിഷയങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, മീറ്റിങ്ങുകളുണ്ട്, ഇതൊന്നും ഞാൻ അവൈലബിൾ ആയിരിക്കത്തില്ല. ചർച്ചിൻ്റെ സപ്പോർട്ടില്ലാതെ നടക്കുമോ? ഞങ്ങളുടെ ചർച്ചുകാർ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമല്ല, ദിനരാത്രങ്ങൾ അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പാസ്റ്റർ എക്സാം എഴുതുക, ഞങ്ങളുടെ പാസ്റ്റർ എക്സാമിന് പാസ്റ്ററെ കൊണ്ട് എഴുതിക്കണം, ബുദ്ധി കൊടുക്കണം. എന്തൊരു പ്രാർത്ഥനയായിരുന്നെന്നറിയാം. എല്ലാ ദിവസവും ഞങ്ങളുടെ ചർച്ചിൻ്റെ മോർണിംഗ് പ്രയറിന് കേൾക്കുന്നത് പാസ്റ്റർ എക്സാം എഴുതുന്നു. സാധാരണ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ, 10ാം ക്ലാസ്സിലുമൊക്കെ എഴുതുന്നു, അതുപോലെ ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസികൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരെന്നെ ശരിക്കും ഫ്രീ ആക്കി, അവരെന്നെ ശല്യപ്പെടുത്തിയില്ല. അവർക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ പോലും എനിക്ക് ഫോൺ ചെയ്തില്ല. അവർ പറഞ്ഞു, പാസ്റ്റർ എക്സാം എഴുതുക കേട്ടോ, പാസ്റ്ററെ ഡിസ്റ്റർബ് ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ചർച്ചിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ചർച്ചിലെ എല്ലാ ദൈവമക്കളോടും നന്ദി പറഞ്ഞ് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഞാനൊരു സത്യം പറയാം, ഈ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്നൊക്കെ ദാവീദ് പറഞ്ഞ പോലെ ഞാൻ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ്. എൻ്റെ ചില പേഴ്സണൽ കാര്യങ്ങൾ പറയാം. മാർച്ച് മാസമൊക്കെ ആയപ്പോഴത്തേക്ക്, അതായത് ഫെബ്രുവരി ലാസ്റ്റ് മാർച്ചൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല ചുട്ടുപൊള്ളുന്ന ചൂട് ബോംബെ തുടങ്ങി. സാൻഡിക്കൊക്കെ അറിയാം, എൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ രാവിലെ വെളിയിൽ പോയി ഒരു ചെറിയ ചൂടടിച്ചാൽ എനിക്ക് തലവേദന വരും.
രാവിലെ വെളിയിൽ പോയി ഒരു ചെറിയ ചൂടടിച്ചാൽ എനിക്ക് തലവേദന വരും. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഞാൻ എക്സാം എഴുതാൻ ട്രെയിൻ കയറിയാണ് പോയത്, ഞാൻ എക്സാം എഴുതുവാൻ ഓട്ടോറിക്ഷ പിടിച്ചാണ് പോയത്, ബസ് പിടിച്ചാണ് പോയത്. നല്ല ഉച്ച ചൂട് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെയിൽ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം പോലും എനിക്ക് തലവേദന ഉണ്ടായില്ല. അതെന്നെ തന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഞാൻ ചെറിയ വെയിൽ കൊണ്ടാൽ തലവേദന എടുക്കുന്നവനാണ്. മാത്രമല്ല, ഇനിയും ദൈവമക്കളോട് പറയണം, ലാസ്റ്റ് എക്സാം എഴുതി തിരിച്ചു വന്നപ്പോൾ ഞാൻ ആകെപ്പാടെ തലവേദന പിടിച്ച് 2 ദിവസം ഞാൻ കിടപ്പിലായിപ്പോയി. ലാസ്റ്റ് എക്സാം എഴുതി തിരിച്ചു വന്നപ്പോൾ. കാരണം അന്ന് വരെ എന്നെ പ്രത്യേകമായിട്ട് കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്തു. ആ തലവേദന എനിക്കുണ്ടായില്ല. ഒരു ദിവസമെങ്കിലും തലവേദന ഉണ്ടായില്ല. അന്ന് പിന്നെ പഠിക്കാനൊക്കത്തില്ല, അടുത്ത ദിവസം എക്സാം എഴുതാനൊക്കത്തില്ല, പ്രശ്നമാകും, എന്നെക്കൊണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഞാൻ പിന്നെ അവിടെ അനുഭവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി ഒരു 5-6 പേപ്പറും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് ഞാനൊരു എക്സാം എഴുതിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, ഡാഡിയുടെ കണ്ണിൽ എന്ത് പറ്റി, കണ്ണിൽ കൂടെ ചോര വരുന്നത്. എനിക്ക് വേദനയുമില്ല, എനിക്കൊരു ഫീലിങ്ങും ഇല്ല. കണ്ണി ചോരയില്ലാത്തവനെന്നൊക്കെ കേട്ടിട്ടില്ലേ? ശരിക്കും എനിക്ക് കണ്ണി ചോരയുള്ളവനാണ് കേട്ടോ. കാരണം ഞാൻ കണ്ടു എൻ്റെ കണ്ണിൽ കൂടെ ചോര വരുന്നു. ഞാനോർത്തു എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പിന്നെ ട്രെയിനിനാണ് വന്നത്. ഞാൻ പറഞ്ഞു ഒരുപക്ഷെ ട്രെയിനിലെ തിരക്കിൽ ആരുടെയെങ്കിലും കൈ വല്ലം കൊണ്ടതായിരിക്കാം, നഖം വല്ലം കൊണ്ടതായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു സംഭവം എനിക്ക് ഓർമ്മയെ വരുന്നില്ല. എൻ്റെ കണ്ണിന് വേദനയോ ഒന്നുമില്ല. നിങ്ങൾ ഈ ചിത്രം ഒന്ന് കണ്ടട്ടെ. എൻ്റെ കണ്ണിൻ്റെ അകത്ത് ഒരു ബ്ലഡ് വന്നിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്നത് പോലെ കാണുകയാണ്. ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ തന്നെ അങ്ങ് പേടിച്ചു പോയി. ഇതെന്തോ സംഭവം, കണ്ണിൻ്റെ അകത്തുനിന്ന് ഒരു ബ്ലഡ് ഡ്രോപ്പ് വന്നിങ്ങനെ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ കയ്യിൽ ബ്ലഡ് പിടിക്കുന്നില്ല. അപ്പോൾ അത് മനസ്സിലായി, ശരിക്കും ഇത് പുറത്തോടുള്ള ഒരു ബ്ലീഡിങ് അല്ല, അകത്ത് ബ്ലീഡിങ് ഉണ്ടായിരിക്കുകയാണ്. ഇച്ചിരി പേടിച്ചു കേട്ടോ. കാരണം എക്സാം എഴുതണ്ടല്ലേ, അടുത്ത ഇനി 5-6 പേപ്പറില്ലേ, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, സമരമല്ലേ, യുദ്ധമല്ലേ. അപ്പം ഞാനോടത്ത് കർത്താവേ എന്താ സംഭവിക്കാൻ പോകുന്നത്, കണ്ണടിച്ച് പോവുകയാണോ, ഇനിയിപ്പോൾ ഒത്തിരി പഠിച്ചുകൊണ്ട് രാത്രി ഉറക്കമുള്ള ചെരുത് പഠിച്ചുകൊണ്ടാണോ. എന്തായാലും നമ്മുടെ ഒരു പരിചയത്തിലുള്ള കണ്ണ് ഡോക്ടറുണ്ട്. ഞാൻ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് ഇട്ട് കൊടുത്തു. അങ്ങനെ എടുത്ത ഫോട്ടോയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഫോട്ടോ എടുത്ത് ഇട്ട് കൊടുത്തു. ഈ കണ്ണ് ഡോക്ടറെ എനിക്ക് പെട്ടെന്ന് മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് അദ്ദേഹം പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും, 2-3 ആഴ്ച കഴിയുമ്പോൾ അത് തനിയെ മാറുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞാൽ കുറേ നേഴ്സുമാരൊക്കെ ഉള്ള ചർച്ചല്ലേ. പലരും എന്നെ അഡ്വൈസ് ചെയ്യാൻ തുടങ്ങി, ഫസ്റ്റ് ഒരു പക്ഷേ ഇത് ബ്ലഡ് പ്രഷർ കൂടിയത് കൊണ്ടാകാം, ഈ ബ്ലഡ് ക്യാപ്പിലറീസ് വല്ലതും ഇൻറ്റേർണലി പൊട്ടിയതാണ്, അതുകൊണ്ട് പാസ്റ്റർ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് പറയുമ്പോൾ നിർത്തി ഇനി ഒരു സ്വപ്നം കൂടെ പറയണം. ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് 1 മാസം മുമ്പ് ഞാൻ വിചിത്രമായൊരു സ്വപ്നം കണ്ടു. വിചിത്രമായ സ്വപ്നം എന്ന് പറയുമ്പോൾ ഞാനൊരു ഹോസ്പിറ്റലിൽ ഒരു ലബോറട്ടറിയിൽ എൻ്റെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്, ബ്ലഡ് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി. ഞാൻ ആ ഹോസ്പിറ്റലിൽ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് ബ്ലഡും അതോടൊപ്പം തന്നെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു വാച്ചും പിടിച്ചിരിക്കുന്നത് ഞാൻ ദർശനത്തിൽ കണ്ടു. എന്നിട്ട് ഞാൻ കാണുകയാണ് ആ ഒരു ലബോറട്ടറിയുടെ തൊട്ടുവിളിയിലായിട്ടുള്ള ഒരു അരഭിത്തിയിൽ ഞാൻ ഈ വാച്ചും ഈ ടെസ്റ്റ് ട്യൂബും കൂടെ വെച്ചിട്ട് ആ ലബോറട്ടറിക്ക് അകത്തേക്ക് കയറിപ്പോന്നു. അകത്ത് ചെല്ലുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ ഞാൻ എൻ്റെ വാച്ചും എൻ്റെ ടെസ്റ്റ് ട്യൂബും കൂടെ അവിടെ വെച്ചല്ലോ, അത് നഷ്ടപ്പെട്ടു പോകുമോ, ആരെങ്കിലും ഇതെടുത്ത് മാറ്റുമോ. അപ്പോൾ ഞാനിങ്ങനെ അകത്ത് കയറിപ്പോയിരുന്നു അതവിടെ വെച്ചിട്ട് അലസതയുള്ള ഒരു അനുഭവമായി പോയില്ലേ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ ലബോറട്ടറിക്കകത്തു നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, ഈ ടെസ്റ്റ് ട്യൂബ് പോയാലും കുഴപ്പമില്ല, കാരണം വേറെ ബ്ലഡ് എടുക്കാം, പക്ഷേ വാച്ച് പോകരുത്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്ത് വരുമ്പോൾ ഞാനവിടെ ആ ടെസ്റ്റ് ട്യൂബ് കാണുന്നു, വാച്ചും കാണുന്നു. ഞാൻ എൻ്റെ ദർശനത്തിൽ കാണുകയാണ്, ആരോ ഒരാൾ ആ വാച്ച് ഇങ്ങനെ ഉയർത്തിയെടുത്തിട്ട് എന്നെ ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇതൊരു ഗോൾഡൻ വാച്ചാണ്, ഇതിൻ്റെ അർത്ഥം എല്ലാത്തിനും ഒരു ഗോൾഡൻ ടൈമുണ്ട്. ഗോൾഡൻ ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ടൈമുണ്ട്. ഈ സ്വപ്നം കണ്ട ശേഷം ഞാൻ ഉണർന്നു. പിന്നീട് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇത് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്തോ ഒരു രോഗത്തിൻ്റെ വിഷയമുണ്ട്, അത് ടെസ്റ്റ് ചെയ്യണമെന്നാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം. ഏത് രോഗത്തിനും ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാൻ ഒരു ഗോൾഡൻ ടൈമുണ്ട്. അതായത് ലേറ്റ് ആകാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട എന്തോ ഒരു വിഷയം വന്ന് കിടപ്പുണ്ട്. അപ്പോഴും ഞാൻ സാൻഡിയോടൊക്കെ പറഞ്ഞു,
എന്ത് പ്രശ്നം ഉണ്ടായാലും MDവിൻ്റെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ചെക്കപ്പ് ചെയ്യാൻ പോകത്തുള്ളൂ. കാരണം എനിക്ക് ഈ എക്സാം തീർക്കണം. അതിനി രോഗം വന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, മുമ്പോട്ട് പോകത്തില്ല, ആശുപത്രി പോകത്തില്ല. എനിക്ക് ഈ എക്സാം എഴുതി തീർക്കണം. ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കണ്ണിൻ്റെ അകത്ത് ഈ ഒരു റെഡ് സ്പോട്ട് അല്ലെങ്കിൽ ഈ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ഓർത്തു, സംഭവം ശരിയാണല്ലോ, ഞാൻ ഈ സ്വപ്നവും കണ്ടതാണല്ലോ, എന്നാൽ ഒരു കാര്യം ചെയ്യുക, ഇനിയും പോയി BP ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു വീട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത്, ഞാനും സാൻഡിയും കൂടെ നമ്മുടെ ചർച്ചിലെ ഒരു വീട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ വീട്ടിലെ മോള് നേഴ്സാണ്. അപ്പം ഞങ്ങളിങ്ങനെ കാഷ്വലി സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അവിടെ BP ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, എന്നാൽ എൻ്റെ BP ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ആ ഒരു സഹോദരി വന്നിട്ട് എൻ്റെ BP ചെക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ BP നോർമൽ, വളരെ കൃത്യതയുള്ള BP, 128/80 സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ വളരെ കൃത്യമായ BP. അപ്പോൾ ഞാനോടത്ത് എനിക്ക് BP ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തോ ഈ സംഭവിച്ചത്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ, സാൻഡിയും കൂടി ഇരിപ്പുണ്ടല്ലോ, ഞാൻ വെറുതെ പറഞ്ഞു, സാൻഡിയുടെ BP കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാൻ പറഞ്ഞു. കാരണം എന്തായാലും ഇൻസ്ട്രുമെൻ്റ് എടുത്തുകൊണ്ട് വന്നതല്ലേ. അങ്ങനെ അവിടെ തന്നെ സാൻഡിയുടെ BPയും ചെക്ക് ചെയ്തു. സാൻഡിയുടെ BP ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ചെക്ക് ചെയ്യുന്ന മോള് ഒരു സ്വല്പം ഒന്ന് പരിഭ്രമിക്കുന്ന എനിക്ക് മനസ്സിലായി. 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കിയെന്ന് തോന്നുന്നല്ലേ, 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നു. എന്നിട്ട് പറഞ്ഞു BP ഇച്ചിരി കൂടുതലാണെന്ന് പറഞ്ഞു. BP ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ സാൻഡി പണ്ട് ഡെലിവറി സമയത്ത് തന്നെ, ഡോണായുടെയൊക്കെ സമയത്ത് തന്നെ സാൻഡിക്ക് ഇച്ചിരി BP കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മെഡിസിനൊക്കെ കഴിച്ച് അങ്ങ് നോർമലായതാണ്, പിന്നെ മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പണ്ടേ സാൻഡിക്ക് ഇച്ചിരി BP എന്നെക്കാട്ടിലും കൂടുതലാണ് എന്ന് തമാശയൊക്കെ പറഞ്ഞു. പക്ഷേ ഇച്ചിരി സമയം കഴിഞ്ഞപ്പോൾ ഈ മകൾ എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ പരസ്യമായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ആൻറ്റിയുടെ BP ഭയങ്കര കൂടുതലാണ്. എത്രയാണെന്നറിയാമോ? 240/140 അല്ലേ, 240/140 എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് BP കൂടി നിൽക്കുക. എന്നാൽ സാൻഡിക്ക് ഒരു സിംറ്റവും ഇല്ല, തല ചുറ്റലോ തല കറക്കുമോ തലവേദനയോ ഒരു സിംറ്റവും ഇല്ല. വളരെ കൂളായിട്ട് സാൻഡി അവിടെ ഇരിക്കുക. സാൻഡിക്ക് ഇതൊന്നും സംഭവം അറിയുന്നുമില്ല. ഈ സഹോദരി എന്നോട് പറഞ്ഞു, ആൻറ്റിയുടെ BP ഭയങ്കര കൂടുതലാണ് പാസ്റ്ററെ, 240/140 ആണ്, എന്തോ ചെയ്യേണ്ടത്? പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാരണം ഈ ഒരു കണ്ടീഷനിൽ അന്നേരം തന്നെ അവർ ICUയിലാക്കും, ICUയിലാക്കും. എന്തോ ചെയ്യേണ്ടത് നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ല. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ സാൻഡിയോട് പറഞ്ഞു, പിന്നെ നമുക്ക് പ്രശ്നമാണ്, എനിക്കൊന്ന് ആ മോള് തന്നെ സാൻഡിയോട് പറഞ്ഞു 190 ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലേ, 190 ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ 240 ആണെന്ന് പറഞ്ഞില്ല. 200 ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ഒത്തിരി മാരകമാകുന്നൊരവസ്ഥ. അത് 240 ആയിരിക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടുന്ന പരുവത്തിലിരിക്കുക. അപ്പോൾ അടുത്ത ഞായറാഴ്ച എന്തെങ്കിലും സഭായോഗത്തിന് പോയി ശേഷം ഒരു ഡോക്ടറെ കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ രാത്രിയിലും എനിക്ക് സമാധാനം ഇല്ലാതെ ആ മോളെ വിളിച്ചിട്ട് ചോദിച്ചു, രാത്രിയിൽ തന്നെ എവിടെയെങ്കിലും ഡോക്ടറെ കൊണ്ടുപോകണം? അവൾ പറഞ്ഞു, എന്തായാലും സിംറ്റം ഒന്നും ഇല്ലല്ലോ, രാവിലെ ഡോക്ടറെ കാണിച്ചാൽ മതി. എന്തായാലും ഞങ്ങൾ സഭായോഗത്തിനൊക്കെ പോയി പ്രാർത്ഥിച്ചു. സഭായോഗത്തിന് ശേഷം ഒരു ഡോക്ടറെ കാണാൻ പോയി, നമുക്കടുത്തുള്ള ഒരു ഡോക്ടറെ കാണാൻ പോയി. അയാൾ ഈ സാൻഡിയുടെ BP ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പോഴും എനിക്ക് തോന്നുന്നു 230 അബോവ് ഉണ്ട്, 240 തന്നെയുണ്ട്. അവിടെ ചെല്ലുമ്പോഴും 240 തന്നെയുണ്ട്. ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു, ഇപ്പം തന്നെ അഡ്മിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് പ്രശ്നം എന്താണെന്നറിയാം, എൻ്റെ MDവിൻ്റെ എക്സാം മുടങ്ങും. കർത്താവ് എന്താ ചെയ്യേണ്ടത്? ഇത് വലിയൊരു ചലഞ്ചാണ്. സാൻഡിയെ ഹോസ്പിറ്റലിലാക്കിയിട്ട് എനിക്ക് MD എക്സാം എഴുതാൻ പോകാൻ പറ്റുമോ? ഒരു 5-6 പേപ്പറൂടെ തീരാനുള്ളൂ. അപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുക, മെഡിസിൻസ് കൊടുക്കുക. കാരണം ഇപ്പോൾ സിംറ്റം ഒന്നും ഇല്ലല്ലോ, എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യുക. ഈ ഡോക്ടർ എന്നോട് അങ്ങ് ചൂടാകാൻ തുടങ്ങി. ഇയാൾ പറഞ്ഞു, നീ എന്താ പറയുന്നത്? നിനക്കിതിൻ്റെ സീരിയസ്നെസ് അറിയാമോ? 240 BP എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ICU കയറ്റേണ്ടതാണ്, ഒബ്സർവ് ചെയ്യാൻ തുടങ്ങേണ്ടതാണ്. ഓരോ 4 മണിക്കൂറിനും BP ഒബ്സർവ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ എക്സാം നടക്കുകയാണ്, എനിക്ക് നാളെയും എക്സാം എഴുതേണ്ടതാണ്. ഞാനൊരു കോഴ്സ് ചെയ്യുക, എൻ്റെ MD കോഴ്സ് ഞാൻ ചെയ്യുക, എൻ്റെ എക്സാം ബാക്കിയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റുകയില്ല. അപ്പോൾ ഈ ഡോക്ടർ എടുത്ത വായിലെ എന്നോട് പറയുക, നീ നിൻ്റെ എക്സാം എഴുതത്തില്ലെന്ന്. ഇയാൾ പറയുകയാണ്, നീ നിൻ്റെ എക്സാം എഴുതത്തില്ല. സാധാരണ ആളുകൾ പറയുന്നതല്ല, ഇയാൾ എന്നോട് പറയുക,
നീ നിൻ്റെ എക്സാം എഴുതത്തില്ലെന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ അകത്തുള്ള ഒരു പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ആത്മീക രോഷമുണ്ടല്ലോ, ഞാൻ സെൻസ് ചെയ്തു ഇതൊരു മനുഷ്യൻ്റെ വാക്കല്ല, ഇത് ആത്മമണ്ഡലത്തിൽ നിന്ന് സാത്താൻ എന്നോട് എന്ത് പറയാൻ ശ്രമിക്കുന്നു അതൊരു മനുഷ്യൻ്റെ വായിലൂടെ ഞാൻ കേൾക്കുകയാണ്. അതായത് പലപ്പോഴും ഈ പിശാചിന് നമ്മളോട് പറയാനുള്ള വാക്കുകൾ മനുഷ്യൻ്റെ വായിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. യേശു കർത്താവ് പത്രോസിൻ്റെ വായിൽ നിന്ന് കേട്ടില്ലേ? യേശു എങ്ങനെ പ്രതികരിച്ചത്? സാത്താനെ എന്നെ വിട്ടുപോകും. പെട്ടെന്ന് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇത് പൈശാചിക മണ്ഡലം സംസാരിക്കുന്ന കാര്യമാണ്, നിന്നെ കൊണ്ട് ഇത് എഴുതിക്കുകയില്ല. നീ എത്ര യേശുവിൻ്റെ നാമം എടുത്താലും, നീ എത്ര കർത്താവേ നിൻ്റെ ബലത്തിൽ ഞാൻ മുന്നേറുന്നെന്ന് പറഞ്ഞാലും, ഞാനിത് യേശുവിൻ്റെ ബലത്താൽ ഞാനിത് ചെയ്യുന്നെന്ന് പറഞ്ഞാലും, പിശാച് പറയുന്നു നീ ഇത് കംപ്ലീറ്റ് ചെയ്യത്തില്ല, നിന്നെക്കൊണ്ട് ചെയ്യിക്കത്തില്ല. ഞാൻ പെട്ടെന്ന് ഈ ഡോക്ടറോട് തിരിച്ചു പറഞ്ഞു, സാറ് ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. അപ്പോൾ ഞാൻ പിശാചിനോട് സംസാരിക്കുന്നു എന്നുള്ള ഒരു മനോബോധ്യം പോലെ ഞാൻ ഡോക്ടറോട് പറയുകയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ, ഞാനത് എഴുതും. ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, ഐ എം എ പാസ്റ്റർ. എൻ്റെ മെൻ്റൽ പവർ നീ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമാണ്. അപ്പോൾ പലപ്പോഴും പിശാചിൻ്റെ മൗത്ത് പീസായിട്ട് ചിലർ സംസാരിക്കുമ്പോൾ അത് കേട്ടിട്ട് നമ്മൾ വാടിത്തളർന്ന് പോകേണ്ട. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാനൊരു പാസ്റ്ററാണ്. എൻ്റെ അകത്തുള്ള ധൈര്യം, മെൻ്റൽ പവർ എന്നാണ് ഞാൻ പറഞ്ഞത്, അത് നീ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമാണ്. അതുകൊണ്ട് ഞാൻ എക്സാം എഴുതും. ഈ ഡോക്ടർ അങ്ങ് വണങ്ങി കേട്ടോ. ഡോക്ടർ പറഞ്ഞു, ഇനി ഇപ്പോൾ ഈ പേഷ്യൻറ്റിനെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഇവിടെ വെക്കത്തില്ല. ട്രീറ്റ്മെൻറ്റ് ഒരു ഗുളിക പോലും തരാൻ പുള്ളി തയ്യാറല്ല. അയാൾ എഴുതിയിട്ട് വേണമല്ലോ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് കൊടുക്കാൻ, അയാൾ തയ്യാറല്ല. അയാൾ പറഞ്ഞു, പേഷ്യൻ്റ് സ്വന്തം റിസ്കിൽ പോവുകയാണെന്ന് എഴുതി വെച്ച് ഞങ്ങൾ അഡ്മിഷൻ അഡ്വൈസ് ചെയ്തു. പക്ഷേ സ്വന്തം റിസ്കിൽ പോവുകയാണെന്ന് പറഞ്ഞ് എഴുതി വെച്ച് സാൻഡിയെ പറഞ്ഞു വിടുകയാണ്. ഞാൻ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തു, ഡോക്ടർ എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് കൊടുക്കുക, ഒന്ന് എഴുതിയിത്താ. അവസാനം അയാൾ അല്പം മനസ്സില്ലാ മനസ്സോട് എന്തോ ഒരു ചെറിയ ടാബ്ലറ്റ് അല്ലേ, ഒരു ചെറിയ അമ്ലോഡിപ്പിൻ എന്ന് പറഞ്ഞ എന്തോ ഒരു ടാബ്ലറ്റ് എഴുതി തന്നു. ഞങ്ങളതുകൊണ്ട് വീട്ടിൽ പോയി. സത്യത്തിൽ സാൻഡിയെ സമ്മതിക്കണം, കാരണം അവിടെ വെച്ചാൽ സാൻഡി അറിയുന്നത് 240 BP ഉണ്ടെന്നുള്ളത്. പിന്നെ സാൻഡി പറഞ്ഞു, ഈ 240 BP വെച്ചുകൊണ്ട് അതിൻ്റെ തലേ സൺഡേയിൽ ആരാധനയിൽ പങ്കെടുത്തത് ഒന്നും അറിയത്തില്ലായിരുന്നു. വളരെ കൂളായിട്ട് ആരാധനയിൽ പങ്കെടുത്തു, കാരണം അറിയത്തില്ലല്ലോ ഇത്രയും BP ഉണ്ടെന്നുള്ളത്. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, എൻ്റെ ദൈവമേ എന്തോ സംഭവിക്കുന്നത്. പക്ഷേ സാൻഡി എതിരൊന്നും പറഞ്ഞില്ല. സാൻഡിക്കും മനസ്സിലായി ഇതൊരു സ്പിരിച്വൽ വാർഫെയർ ആണെന്നുള്ള മനസ്സിലായി. എന്താണെങ്കിലും അന്ന് രാത്രി ഞാൻ മുൻപോട്ട് തള്ളി നീക്കിയത് എനിക്കറിയാം. എനിക്ക് ഭയമായിരുന്നു, കാരണം രാത്രിയിൽ എന്തെങ്കിലും സംഭവിച്ചാലോ, BP കൂടിയാലോ. ഞാൻ രാത്രി കട്ടിലിൻ്റെ അടുക്കൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. സാൻഡിക്കും വലിയ സന്തോഷമായിരുന്നുണ്ട്. പുള്ളി രാത്രിയിൽ മുഴുവൻ ഉറങ്ങാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിറ്റുവേഷൻ എനിക്കല്ലേ അറിയത്തുള്ളൂ, കാരണം എനിക്ക് ഈ പറഞ്ഞതുപോലൊരു ആത്മീയ യുദ്ധം ചെയ്യണം, അതിനകത്ത് ജയിക്കണം. ഈ കോൺക്രീറ്റ് ബീം എടുത്ത് എനിക്ക് മുകളിൽ വെക്കണം. പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ എനിക്കത് ചെയ്യണം. മറുഭാഗത്ത് എന്ത് ചെയ്യണം, സാൻഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യണം. രാത്രി ഞാൻ ഉറക്കം ഉളച്ച് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പറയേണ്ട കാര്യമാണ്, ഇത് അറിഞ്ഞു കഴിഞ്ഞ ഉടനെ നമ്മുടെ ചർച്ചിലെ ലിജോയ് ഏഞ്ചലും രാത്രിയിൽ വീട്ടിൽ വന്നു. ഞങ്ങൾ രാത്രിയിൽ ബെഡ്റൂമിൽ ലിജോയ് ഏഞ്ചലും ഞങ്ങളും കൂടി ഇരുന്ന് കുറേ സമയങ്ങൾ ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചു. രാത്രി 12 മണി 1 മണിയൊക്കെ ആയപ്പോൾ കുറേ സമയങ്ങൾ ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചു. എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ നെക്സ്റ്റ് ഡേ തന്നെ ഒരു ഡോക്ടറെ, നമ്മുടെ ആ BP ചെക്ക് ചെയ്ത ആ മോള് തന്നെ പരിചയമുള്ളൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്തു. ഒരു സൗത്ത് ഇന്ത്യൻ ഡോക്ടറാണ്. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്നു. അവിടെ ചെന്നപ്പോഴും ഈ പറഞ്ഞ അമ്ലോഡിപ്പിൻ കഴിച്ച ശേഷവും BP 230 ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കേസ് അഡ്മിറ്റ് ചെയ്യേണ്ട കേസാണ്. അതായത് അഡ്മിറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്ത് 2 മണിക്കൂറിന് ശേഷം അവർ പറയും ICU വെക്കണമെന്ന് പറയും. അതായിരുന്നു സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിലും ICU വെക്കത്തില്ല.
ഇത്രയും ബി പി ആയിട്ട് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാൽ എല്ലാ ഡോക്ടേഴ്സ് അഡ്മിറ്റ് ചെയ്യാനേ പറയത്തുള്ളൂ. അത് ഒരു ICUയിൽ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. കാരണം ബി പി ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പോയ ഡോക്ടറും രണ്ടാമത് പോയവരും എല്ലാം അഡ്മിറ്റ് ആവാൻ പറഞ്ഞത്. അവരെയും തെറ്റല്ല. തന്നെയല്ല, അവർ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു വലിയ ലിസ്റ്റ് എഴുതി ഇങ്ങ് തന്നു. കിഡ്നിയുടെ ഫങ്ഷനിങ്, കളർ ഡോപ്ലർ അല്ലേ, കളർ ഡോപ്ലർ, പിന്നെന്താ ECG, 2D എക്കോ, ECG, പിന്നെ ക്രിയാറ്റിൻ എല്ലാം. ആദ്യത്തെ ഡോക്ടർ ECG എടുത്തിട്ട് എന്നോട് പറഞ്ഞു ECG വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നെക്സ്റ്റ് ദിവസം ഞങ്ങൾ ചെന്ന ഡോക്ടർ അതേ ECG കണ്ടിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്തൊക്കെ അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ് സത്യം. എന്താണെങ്കിലും ഈ രണ്ടാമത് ചെന്ന ഡോക്ടർ മെഡിസിൻ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്തു. ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ മെഡിക്കൽ എയിം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ മെഡിക്കൽ എയിം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യും, സിംറ്റം ഒന്നും ഇല്ലല്ലോ, വീട്ടിൽ പോയി ടാബ്ലറ്റൊക്കെ എടുക്കുക, എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ വലിയൊരു യുദ്ധമായിരുന്നു കേട്ടോ. എന്താണെങ്കിലും സാൻഡിയുടെ BP വളരെ ഹെവി ആയിട്ടുള്ള മെഡിസിൻസാണ് കൊടുക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഏഞ്ചലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ നേഴ്സസാണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഏഞ്ചലൊക്കെ പറഞ്ഞത് സത്യത്തിൽ ആ മെഡിസിനൊക്കെ ICUയിൽ അഡ്മിറ്റ് ചെയ്ത് കൊടുക്കുന്ന മെഡിസിൻസാണ്. അങ്ങനെയുള്ള മെഡിസിൻസാണ് സാൻഡിക്ക് കൊടുക്കാൻ തുടങ്ങിയത്. ഞാൻ എന്തായാലും ആ ഒരു ദിവസം മൺഡേയിൽ എനിക്ക് എക്സാം എഴുതാൻ പോകാൻ പറ്റിയില്ല. ട്യൂസ്ഡേ മുതൽ പിന്നെ ഞാൻ എക്സാം എഴുതുവാൻ വേണ്ടി പോയി. ഏഞ്ചൽ പിന്നെ വന്ന് സാൻഡിക്ക് ഞാൻ എക്സാം എഴുതി വരുന്നിടം വരെ ഒരാഴ്ചയോളം ഏഞ്ചൽ വന്ന് സാൻഡിക്ക് കൂട്ടിരിക്കും. അതുപോലെ തന്നെ ഏഞ്ചൽ തന്നെ ഓരോ 2 മണിക്കൂർ 4 മണിക്കൂർ കൂടുമ്പോൾ BP ചെക്ക് ചെയ്യും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 2-3 ആഴ്ച സാൻഡി ബ്ലഡ് പ്രഷറിനോട് യുദ്ധം ചെയ്യുന്നു, ഞാൻ എക്സാമിനോട് യുദ്ധം ചെയ്യുന്നു. സാൻഡിക്ക് വിമൻ ഫോർ ജീസസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കും പ്രോഗ്രാം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ ഈ ആസാദിയുടെ ചാനലിൽ വന്ന് പറഞ്ഞില്ല. കാരണം യുദ്ധം ജയിക്കട്ടെ, ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും അത് ഒരു നല്ല സമയത്ത് പറയാമെന്നുള്ള ചിന്തയിൽ ഞങ്ങളതൊക്കെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും കർത്താവിൻ്റെ കൃപയാൽ അന്ന് ചെയ്തുകൊണ്ടിരുന്ന യുദ്ധം ജയിച്ചിരിക്കുന്നു. യുദ്ധങ്ങൾ തീർന്നൊന്നും ഞങ്ങൾ പറയില്ല. ക്രിസ്തീയ യുദ്ധങ്ങൾ നടന്നതാണ്. ഇനി നാളെയും യുദ്ധങ്ങളുണ്ടാകാം. ശരീരത്തിലൊക്കെ അസ്വസ്ഥതകളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർ വലിയ പേരിടും എന്നുള്ള പേടി കൊണ്ട് അങ്ങോട്ടൊന്നും പോകാതിരിക്കുകയാണ്. എന്താണെങ്കിലും ഒരു ഗോൾഡൻ ടൈം ഉണ്ടെന്ന് ദൈവം പറഞ്ഞ ആ ദൂത് സാൻഡിയുടെ കാര്യത്തിൽ അബ്സല്യൂട്ട്ലി കറക്റ്റായിട്ട് നിവർത്തിക്കപ്പെട്ടു. കാരണം 240 BP ഉള്ള ആൾ ആ സമയത്ത് അത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിക്കണം, ഒരു സിംറ്റവുമില്ല. സിംറ്റം ഉണ്ടെങ്കിലേ ചെക്കപ്പ് ചെയ്യാൻ പോകത്തുള്ളൂ. എൻ്റെ കണ്ണിൽ ആ ബ്ലഡ് സ്പോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും സാൻഡിയുടെ BP ഞങ്ങൾ ചെക്ക് ചെയ്യില്ല. അപ്പോൾ ദൈവം തന്നെ നിർബന്ധിച്ച് ഞങ്ങളെക്കൊണ്ട് ചെക്ക് ചെയ്യത്തക്കവണ്ണം എനിക്ക് അങ്ങനൊരു അനുഭവം തന്നതാണ്. ഇതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം, നമ്മുടെ ദൈവം എത്ര നമ്മളെ സ്നേഹിക്കുന്നു. അതിനുള്ള യോഗ്യത അർഹതയൊന്നും എനിക്കില്ല കേട്ടോ, നമുക്കില്ലെന്ന് ഞാൻ പറയില്ല. എന്നെക്കാട്ടിലും നല്ലവർ ഒത്തിരി ആളുകളുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ നിങ്ങൾ വളരെയധികം കർത്താവിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷേ എന്നെപ്പോലെ ഒരുവനെ കർത്താവ് ഇത്രയധികം സ്നേഹിക്കുവാൻ എന്താ യോഗ്യത? ഒരു യോഗ്യതയുമില്ല. ശരിക്കും പറഞ്ഞാൽ സാൻഡിയെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്ത ആ വിധത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഈ സമയത്ത് 100 നന്ദി പറയുകയാണ്. ഒത്തിരി നന്ദി പറയുകയാണ്. കാരണം അന്നേരം അത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതൊരു സ്ട്രോക്കോ മറ്റോ ആയി മാറി ഇന്ന് ഞങ്ങൾ നേരിടാൻ പോകുന്ന സിറ്റുവേഷൻ എന്തായിരുന്നു? കർത്താവിനോട് നേരത്തെ പറഞ്ഞൊരു ഗോൾഡൻ ടൈം ഉണ്ടെന്നല്ലേ. പക്ഷെ അന്നേരം നമ്മൾ ഇത്രയും ചിന്തിച്ചില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോയി ഒന്ന് ചെക്ക് ചെയ്യാം, എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കാം. അങ്ങനൊന്നും നമുക്ക് ബുദ്ധി പോയില്ല. ബുദ്ധി പോകാഞ്ഞപ്പോൾ കർത്താവ് നമ്മളെ നിർബന്ധിച്ച് ആ ഒരു വിധത്തിൽ ചെക്ക് ചെയ്യത്തക്ക വേണം. ദൈവത്തിന് നന്ദി പറയുന്നു. തള്ളിക്കളഞ്ഞിട്ടില്ലല്ലോ. ദൈവത്തിന് നന്ദി പറയുന്നു. അവൻ ഇനിയും ഞങ്ങളെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ്, അനേക ദൈവമക്കളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനാണെന്നുള്ളതിൻ്റെ തെളിവ്, ഇതൊക്കെയാണ് ഈ സാക്ഷ്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. MDiv കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് അല്ല പ്രധാനപ്പെട്ട വിഷയം. ഞാൻ ഞങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞു, MDiv കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് അന്ന് ഞാനൊരു തൊപ്പി വെച്ചു, ഒരു ഫയൽ വാങ്ങിച്ചു എന്നുള്ളതല്ലാതെ ആത്മിക ശുശ്രൂഷയ്ക്ക് ഫിന്നി പാസ്റ്റർ പണ്ടെങ്ങനായിരുന്നു
അങ്ങനെ തന്നെ അന്നുണ്ടായിരുന്ന വചന വെളിപ്പാടുകളിൽ ഇന്നും അങ്ങനെ തന്നെ ശുശ്രൂഷിക്കും. മറ്റേതൊക്കെ മാനുഷികമാകട്ടോ, മറ്റേതൊക്കെ മാനുഷികമാണ്. എനിക്ക് പഠിക്കുന്നത് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബോംബെ വന്ന ശേഷമാണ് MA ഹിസ്റ്ററി ചെയ്തത്, ഇപ്പോൾ MDU ചെയ്തു. ഇനി എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. 1-2 കോഴ്സുകൾ ഇനിയും ജോയിൻ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പ്രായമൊന്നും പഠിത്തത്തിനൊരു വിഷയമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഞങ്ങളെ കേൾക്കുന്ന ചിലരെ നോക്കി ഇന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യം കർത്താവിൽ ആശ്രയിച്ച് എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്തിൻ്റെ ബലത്താൽ എന്ന് പറഞ്ഞ് മുന്നേറിയാൽ നിങ്ങൾക്കും സാധിക്കുമെന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഒരു പാഠമായി പറയുകയാണ്. ഞങ്ങളുടെ ഗ്രാജുവേഷൻ്റെ പിന്നിൽ ഞങ്ങളെ പ്രാർത്ഥനയിലൂടെയും മറ്റെല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്ത എല്ലാ വാത്സല്യമുള്ള ദൈവമക്കളോടും നന്ദി പറയാൻ ഞങ്ങൾ ഈ സമയം ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ചും ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരി ചെറുവക്കൽ ജോൺസൺ ഡാനിയൽ സാറ്, അവിടുത്തെ അധ്യാപകർ രാജു സാറ്, അതുപോലെ തന്നെ ഞങ്ങളുടെ അക്കാഡമിക് ഡീനായി പ്രവർത്തിക്കുന്ന ബയൂല മാഡം, ഇവരൊക്കെ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ ഇവിടെ വെച്ച് എക്സാമൊക്കെ എഴുതി തീർക്കാനൊക്കെ ഒത്തിരി അവരുടെ പിൻബലം എനിക്കുണ്ടായിരുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ ഒരു ഫാമിലി ടൈം അല്പം നീണ്ടുപോയെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. സാൻഡിക്ക് 2 വാക്ക് പറയണോ? എൻ്റെ BP ഇത്രയും കൂടിയെന്ന് അറിഞ്ഞിട്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും വരാത്തതിൻ്റെ കാരണം, അന്ന് ആ BP ചെക്ക് ചെയ്ത് രാത്രി 240 ആയി. ഞാൻ അറിഞ്ഞില്ല, എന്നോട് മോൾ അത്രയും പറഞ്ഞില്ല. പക്ഷേ അന്നേരം ഞാൻ ചിന്തിച്ചു, അന്ന് രാവിലെ ഞങ്ങൾ കാർഗിൽ ട്രാവൽ ചെയ്ത് ഞങ്ങൾ താമസിച്ച മീരാ റോഡിൽ വന്നു. മീരാ റോഡിൽ നിന്ന് അന്നേരം തന്നെ റെഡിയായിട്ട് ട്രെയിൻ പിടിച്ച് ഞങ്ങളുടെ ഫാസ്റ്റ് ബ്രേർ കിടക്കുന്ന ഇച്ചിരി ദൂരമുള്ള നല്ല സുപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. അന്നേരം ആ ലോക്കൽ ട്രെയിനിലെല്ലാം കയറി, റിക്ഷയിലും കയറി ഞാൻ ഈ BPയും വെച്ചുകൊണ്ട് അവിടെ പോയി. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ പിന്നെ ആ വീട്ടിൽ പോയത്. എന്നിട്ട് ഞാൻ ഓർത്ത്, ദൈവം ഇത്രയും സൂക്ഷിച്ചു. അങ്ങനെ ഇത്രയും BP വെച്ച് ഞാൻ ഇത്രയും ട്രാവലൊക്കെ ചെയ്ത് ഇവിടെ വന്നു. അതുകൊണ്ട് ദൈവം പിന്നെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എനിക്ക് വലിയ നല്ല വിശ്വാസമായിരുന്നു. അതേ BP വെച്ച് തന്നെ ഞാൻ ആ ചർച്ചിൽ പോയി, സ്റ്റെപ്പുകൾ കയറി ചർച്ചിൽ ആരാധിച്ച് തിരിച്ചു വന്നു. ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും തോന്നിയില്ല. അതിന് മുന്നേ ആ ഫാസ്റ്റിംഗ് പ്രേയർ കേട്ട വചനം രാത്രിയിലെല്ലാം പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ചുകൊണ്ടിരുന്നു. പിളർക്കപ്പെട്ട പാറ, നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട പാറയിൽ നമുക്ക് വേണ്ടുന്ന എല്ലാം അവിടെ ഉണ്ട്. നമുക്ക് വേണ്ടുന്ന സൗഖ്യവും വിടുതലും എല്ലാം ഉണ്ട്. എന്നാൽ രാത്രിയിലെല്ലാം എല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് വലിയൊരു ആശ്വാസവും വിശ്വാസവുമായിരുന്നു. എനിക്ക് വേണ്ടുന്ന സൗഖ്യം എല്ലാം അവിടെ ഉണ്ട്. ഇത്രയും ഇന്ന് വരെ എന്നെ നടത്തിയ കർത്താവ്, ഇത്രയും BP വെച്ച് എന്നെ ഇന്ന് വരെ കൊണ്ടുവന്ന കർത്താവ്, പിന്നെ അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് നല്ല ആശ്വാസത്തോടെ ഉറങ്ങുവാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. എങ്കിലും ഹോസ്പിറ്റലൊക്കെ ചെന്നപ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കർത്താവ് പരിപാലിച്ച ദൈവത്തിൻ്റെ എല്ലാ വിധങ്ങൾക്കായ ദൈവത്തിന് നന്ദി പറയുന്നു. ഓരോ പ്രാവശ്യവും വീട്ടിൽ നിന്ന് ഞങ്ങൾ 2 പ്രാവശ്യം ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അയാൾ പറഞ്ഞ് ടാബ്ലറ്റ് തന്നിട്ട് 4 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വരണം. എന്നിട്ട് ഓരോ പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി, കർത്താവെ അഡ്മിറ്റ് ആവാനൊന്നും ഇടവരരുത്, തിരിച്ച് എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് വിശ്രമിപ്പാൻ സഹായിക്കണമെന്ന്. അങ്ങനെ തന്നെ പിറ്റേ ദിവസം പോയപ്പോഴും 3ാമത്തെ പ്രാവശ്യം പോയപ്പോൾ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു പോയി. അങ്ങനെ തന്നെ എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് വിശ്രമിപ്പാൻ ദൈവം സഹായിച്ചു. അഡ്മിറ്റ് ആവാനൊന്നും ദൈവം ഇടയാക്കിയില്ല. എത്രത്തോളം ദൈവം തന്ന വിടുതലിന് എല്ലാം നന്ദി ദൈവസന്നിധി അർപ്പിക്കുന്നു. ഈ 3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പോഴും എൻ്റെ മനസ്സിലുള്ള ചിന്ത, കർത്താവേ ഇന്ന് വരെ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഒരു അസുഖമായിട്ടൊന്നും അഡ്മിറ്റ് ആയിട്ടില്ല. കർത്താവേ അങ്ങനെ സംഭവിക്കരുത്, ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകാൻ ഇടവരരുത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അഡ്മിറ്റ് ആക്കുമോ, അഡ്മിറ്റ് ആകേണ്ടി വരുമോ എന്നുള്ള ഒരു വലിയ ആശങ്കയോടുകൂടിയാണ് പോകുന്നത്. 2ാമത് പോയപ്പം അയാൾ പറഞ്ഞ്, എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ മീര എന്ന് പറഞ്ഞ വേറെ ഹോസ്പിറ്റൽ, അവിടെ പോയി നിങ്ങൾ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അന്നേരം ഞങ്ങൾ പോകാൻ വേണ്ടി തന്നെയാണ് പകുതി വരെയും പോയത്. അന്നേരം പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ച് നമുക്ക് വീട്ടിൽ പോകാം. സത്യത്തിൽ നമ്മൾ ആ രാത്രിയിൽ 2ാമത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ്, നിങ്ങൾ എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് ഓർത്താണ് ഇറങ്ങിയത്. എന്തോ ഓൺ ദ വേ ഞങ്ങളുടെ തീരുമാനം മാറുന്നു, വീട്ടിൽ വരുന്നു, പ്രാർത്ഥിക്കാമെന്ന് ഡിസൈഡ് ചെയ്യുന്നു, അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നു. അത് വളരെ റിസ്കി സ്റ്റെപ്പാണ്. തലയ്ക്കകത്തൊരു ബോംബ് വെച്ചിട്ട് 240 BPയും വെച്ചിട്ട് വീട്ടിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി സ്റ്റെപ്പാണ്. പക്ഷേ അന്ന് രാത്രി ലിജോ ഏഞ്ചലും ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് ചില സമയങ്ങൾ പ്രാർത്ഥിച്ചു. ലിജോ ഏഞ്ചലൊക്കെ പോയി കഴിഞ്ഞ ശേഷവും ഞാനും മുട്ടുകുത്തി കട്ടിലിൻ്റെ അടുക്കലിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. എന്തായാലും കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇനിയും ദീർഘമാക്കുന്നില്ല ഫാമിലി ടൈം. ഞങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കണം.
ഈ ആത്മീക ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുമ്പോൾ പല പോർമുഖങ്ങൾ ഞങ്ങൾക്കെതിരെ തുറന്നു വരാറുണ്ട്, പല വിധത്തിൽ. കാരണം ആയിരക്കണക്കിന് ആളുകൾ ആസാദിയിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, നല്ല മാർഗനിർദ്ദേശങ്ങൾ കേൾക്കുന്നു. എന്നിട്ട് തന്നെ ഒരു പാസ് നമ്മളെ വിളിക്കുവാനിടയായത്. അതെ, അത് ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. അയ്യോ, അത് ഭയങ്കര അനുഭവമാണ്. ഞാൻ ഈ സൺഡേ അതിന് ശേഷം മീര ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞു അഡ്മിഷൻ എഴുതി, പക്ഷേ വീട്ടിൽ കൊണ്ടുപോയിക്കോ, സിംറ്റം ഉണ്ടെങ്കിൽ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഞങ്ങൾ വളരെ ഹൃദയത്തിൽ തളർന്നിരിക്കുമ്പോൾ ഞാൻ ചോദിക്കുക, കർത്താവ് എങ്ങനെ അടുത്ത എക്സാം എഴുതുന്നത്? ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ തളർന്നിരിക്കുമ്പോൾ, ക്ഷീണിച്ചിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കോട്ടയത്ത് നിന്ന് PC എബ്രഹാം എന്ന് പറയുന്ന ആ ദേവദാസൻ, ബാങ്കവറാച്ചായൻ, ആ അപ്പച്ചൻ പാസ്റ്റർ, 90-ലധികം വയസ്സുണ്ട് കേട്ടോ, എന്നെ ഫോൺ ചെയ്യുക. 90-ലധികം വയസ്സുള്ള ആ കോട്ടയം പ്രവാചകൻ എന്നെ ഫോൺ ചെയ്യുക. ഞാൻ കോട്ടയം പ്രവാചകന്മാരെന്ന് പറഞ്ഞൊരു ഫാമിലി ടൈം ചെയ്തിട്ടുണ്ട്. എനിക്ക് 7-8 വയസ്സുള്ളപ്പോൾ എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ദൂത് പറഞ്ഞ ഒരു ദൈവദാസൻ എൻ്റെ കൈക്കും കാലിനും എൻ്റെ ചെവിക്കും എൻ്റെ കണ്ണിലുമൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി 7-8 വയസ്സുള്ളപ്പോൾ ദൂത് പറഞ്ഞ് എന്നെ നിയോഗിച്ചൊരു ദൈവദാസൻ. അദ്ദേഹം പെട്ടെന്ന് എനിക്ക് ഫോൺ ചെയ്യുക. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഫിനിമോനെ എന്തുകൊണ്ട് വിശേഷമൊക്കെ? ഞാൻ പറഞ്ഞു, അങ്കിളെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഈ കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ, സുഖമായിട്ടിരിക്കുന്നു. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. ആ പാസ്റ്റർ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ എനിക്കൊരു സ്ട്രോക്ക് വന്നതേ ഉള്ളൂ കേട്ടോ, സ്ട്രോക്കിൽ നിന്ന് ഞാൻ സൗഖ്യമായിട്ട് ഞാൻ പുറത്ത് വന്നിരിക്കുക. 90-ലധികം വയസ്സുണ്ട്. വളരെ ക്ലാരിറ്റിയോടെ എന്നോട് സംസാരിക്കുക. അവസാനമായപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പച്ചാ ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ഫോണിലൂടെ. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൂത് പറയാൻ തുടങ്ങി, പ്രവചിക്കാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം. ശരിക്കും ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ PC എബ്രഹാം സാറ്, ബാങ്കവറാച്ചാൻ, ആ അങ്കിള് പ്രവചിച്ച് ദൂത് പറയാൻ തുടങ്ങി. നിനക്കെതിരെയുള്ള പൈശാചിക മണ്ഡലങ്ങൾ നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് എൻ്റെ കയ്യിലുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനെയെല്ലാം ശാസിച്ചുകൊണ്ട് ഞങ്ങളെന്ത് സിറ്റുവേഷനിലൂടെ പോകുന്നുവോ അതിനെയെല്ലാം ആത്മാവിൽ ശാസിച്ചുകൊണ്ട് മുൻപോട്ട് കടത്തി വിടത്തില്ലെന്ന് പറയുന്ന അവസ്ഥകളെ, ക്ഷീണിച്ച് നിൽക്കുന്ന അവസ്ഥകളെ, തളർന്ന് നിൽക്കുന്ന അവസ്ഥകളെ, ദൈവാത്മാവിനോട് ആ അപ്പച്ചനോട് പറയാം, നീ ഇപ്പോൾ തളർന്ന് നിൽക്കുകയാണ്. മക്കളെ, ഞാൻ ദൈവത്തിന് 100 നന്ദി പറഞ്ഞു. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചാ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ 2-3 ദിവസം ഇതാ സംഭവിക്കുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്നതേ ഉള്ളൂ. അത് അപ്പച്ചനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ സമയത്ത് കൃത്യമായിട്ട് ഈ അപ്പച്ചൻ എപ്പോഴും എന്നെ വിളിക്കുന്നൊന്നുമല്ല കേട്ടോ, എനിക്കൊന്ന് പണ്ടങ്ങാണ്ട് ഒന്ന് വിളിച്ചതാണ്. അതിനുശേഷം ദൈവാത്മാവ് ഓർപ്പിച്ചിട്ട് എനിക്കെന്താ തോന്നിയെന്നറിയാമോ, എൻ്റെ 7-ാം വയസ്സിൽ 8-ാം വയസ്സിൽ എന്നെ പ്രാർത്ഥിച്ച് നിയോഗിച്ച ദൈവദാസനെ തന്നെ ദൈവം ഉണർത്തിയിട്ട് പറഞ്ഞു, ഫിന്നിയെ വിളിക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ലേ? പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ എൻ്റെ ഒത്തിരി അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത്, എൻ്റെ യൗവനപ്രായത്തിൽ ഞാൻ അനുഭവിച്ച കർത്താവിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കണ്ണുനീരോട് കൂടെ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഈ 52-ാം വയസ്സിലും കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന ഒരു ഉറപ്പിക്കൽ, തിരിച്ചറിവ് കർത്താവ് ഇന്നും തൻ്റെ കരത്തിൻ്റെ ഉള്ളിൽ എന്നെ വഹിച്ചിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവ്. ഞാൻ ആ പ്രേക്ഷകരുടെ മുമ്പിൽ വികാരഭരിതനായി സംസാരിക്കുന്നുവെങ്കിൽ അത് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ, അങ്ങനെ പറയാൻ കുറേ അനുഭവങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകാം. എന്താണെങ്കിലും എല്ലാവരും ഞങ്ങളെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഇനി നീട്ടുന്നില്ല, പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful time. സ്തോത്രം.